തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സംസ്കാരം ഇന്ന് നടക്കും. മഹാസമാധി നടത്താനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. കുടുംബത്തിന്റെ മൊഴി പോലീസ് വീണ്ടും എടുക്കും. ഗോപൻ സ്വാമിയുടെ രാസപരിശോധനാ ഫലവും ഇക്കാര്യത്തിൽ നിർണായകമാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എടുത്തോ? എപ്പോഴാണ് ഈ മഹാസമാധി എന്ന രീതിയിൽ ഈ സംസ്കാരം നടക്കുക? മഞ്ജുഷ 2 മണിക്കായിരിക്കും നിംസ് ആശുപത്രിയുടെ മോർച്ചറിയിൽ നിന്ന് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കുക. അകത്ത് സ്വാമിമാരുടെ നേതൃത്വത്തിൽ ഈ സമാധി ഇരുത്തുന്ന മൃതദേഹം ഏത് തരത്തിലാണോ വെക്കുന്നത് അതേ രീതിയിൽ അലങ്കരിച്ചൊരുക്കി പുറത്ത് രഥത്തിലേക്ക് മാറ്റി ഇവിടെ നിന്ന് രഥത്തിൽ നാമജപ യാത്രയായി പദയാത്രയായി ആറാലുമൂട് കാവുവിളാകത്തുള്ള കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള വീട്ടിലേക്ക് എത്തിക്കുകയായിരിക്കും. അവിടെ നിന്നായിരിക്കും ക്ഷേത്രത്തോട് ചേർന്നുള്ള പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന സമാധി പീഠത്തിൽ, ഋഷിപീഠത്തിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിന് ഹിന്ദു ഐക്യവേദിയുടെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ നടക്കുന്നത്. വീട്ടിന് മുമ്പിൽ കഴിഞ്ഞ ദിവസം സമാധി സ്ഥലം പൊളിച്ചായിരുന്നു മൃതദേഹം പുറത്തെടുത്തത്. ആ സ്ഥലത്തിപ്പോൾ പ്രത്യേകമായൊരു പീഠം തയ്യാറാക്കിയിരിക്കുകയാണ്. ആ സമാധി പീഠത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ നടക്കുക. അവിടെ കഴിഞ്ഞ ദിവസം എങ്ങനെയാണോ ഈ മൃതദേഹം പുറത്തെടുത്തത് അപ്പോഴത്തേതിന് സമാനമായി ഭസ്മവും കർപ്പൂരവും മറ്റ് പൂജാ വസ്തുക്കളും കൊണ്ട് മൃതദേഹം മൂടി അവിടെ സമാധി ചെയ്യുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. ഒരുപക്ഷെ കേരളത്തിൽ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത തരത്തിൽ, കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചില ആകാംക്ഷ ഉണർത്തുന്ന കാഴ്ചകൾക്ക് ഈ ആശുപത്രിയുടെ പരിസരവും ഈ വീടും കൈലാസനാഥ ക്ഷേത്ര പരിസരവും ആറാലുമൂട് എന്ന സ്ഥലവും കൊച്ചു ഗ്രാമവുമൊക്കെ അല്പസമയത്തിനകം സാക്ഷ്യം വഹിക്കും. 2 മണിക്ക് മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എത്തിക്കും. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ.